രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തന്നെ പിള്ളേരെ വിളിച്ചിട്ടുണ്ടായിനെ. വേൾഡ് കപ്പിന്റെ ഫ്ലെക്സും കാര്യങ്ങളെല്ലാം ഇന്നാ കണ്ടോ നമ്മളെ നാട്ടിൽ വെക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ കണ്ടതിന്റെ സൈഡിലേ നമ്മൾ നടന്നിട്ടുണ്ടായി കേട്ടോ. ഇതാണ് നമ്മളെ കണ്ടം വരുന്നത്. മഴക്കാലത്ത് പ്രധാനമായിട്ട് ഇവിടെ നെൽകൃഷിയാണ് ചെയ്യല്. എന്നാൽ മഴയില്ലാത്ത സമയത്ത് ഇവിടെ പ്രധാനമായിട്ടും പച്ചക്കറി കൃഷി ചെയ്യല് കേട്ടോ. ഇരിക്കാലത്തെ പച്ചക്കറി കൃഷി എല്ലായിടത്തും ഫേമസ് ആണ്. നമ്മളെ കണ്ടത്തിൽ 2 കുളമാണ് കേട്ടോ ഉള്ളത്. ഈ നടുക്കാവുന്ന കുളം, പിന്നെ നമ്മളെ അമ്പലക്കുളം. ഈ നടുക്കാവുന്ന കുളത്തിലാണ് നമ്മളെ പച്ചക്കറി കൃഷിക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളും എടുക്കല് കേട്ടോ. പിന്നെ നമ്മൾ നടന്നിട്ട് നേരെ നമ്മളെ അമ്പലക്കുളത്തിന് സൈഡിലെത്തി. ഇതാണ് നമ്മളെ അമ്പലക്കുളം വരുന്നത്. ഇവിടാന്ന് പണ്ട് മഴക്കാലത്ത് ഇങ്ങനെ തിമിർക്കലാണ് നമ്മളെല്ലാം. വെള്ളത്തിന് കയറലേ ഇല്ല. അത്ര സമയം ചെയ്താലും വീട്ടിൽ നിന്ന് ആൾക്കാർ പരിധി വന്നാലും നമ്മൾ ഇതിൽ കയറിയില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പിള്ളേർക്കും പിന്നെ ഈ കുളത്തിലാണ്. സ്കൂളിൽ നിന്ന് ഓടി വന്നിട്ട് നേരെ കുളത്തിൽ തുള്ളും. പിന്നെ രാത്രിയായാലും വീട്ടിൽ പോകില്ല. പിന്നെ ഇതാണ് നമ്മളെ മെയിനായിട്ട് നമ്മുടെ നാട്ടിലത്തെ അമ്പലം, എരിക്കുളം ശ്രീ വേട്ടക്കുരുമൻ കോട്ടൻ ക്ഷേത്രം. ഇവിടെ ധനുവാസിലാണ് കളിയാട്ടുണ്ടാല്. പ്രധാനമായിട്ടും വേട്ടക്കുരുവൻ ഈശ്വരനും അതുകൊണ്ട് തന്നെ ഉർപ്പേശി ദ്വീപുമാണ് ഇവിടുത്തെ പ്രധാന കെട്ടിക്കോലങ്ങള്. അങ്ങനെ നടന്നിട്ട് നമ്മൾ നേരെ നമ്മളെ ഗ്രൗണ്ട് സൈഡിലേക്ക് എത്തി. ഇവിടെയാണ് കേട്ടോ ഫ്ലെക്സ് എല്ലാം വെക്കുന്നത്. പോകുമ്പോഴത്തേക്കന്നെ നല്ലോണം ആൾക്കാരുണ്ടായിനി. ബാക്കി എല്ലാ ടീമിന്റെ ഫാൻസ് എല്ലാം വന്നിട്ട് കൊണ്ടുവയ്ക്കാനും തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. പ്രധാനമായിട്ടും അർജന്റീന, ബ്രസീല്, പോർച്ചുഗല്, ജർമ്മനി, അതാണ് തന്നെ ഫ്രാൻസ്, സ്പെയിൻ, ഇത്ര ടീമിന്റെ ഫ്ലെക്സ് ആണ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ടുണ്ടായിനി. അപ്പൊ നേരെ നമ്മൾ ഫ്ലെക്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ക്ഷീണം പിടിച്ചിട്ടാകുമ്പോൾ നമ്മൾ നേരെ നമ്മള് മാധവട്ടന്റെ ചായപ്പൊടിയിലേക്ക് പോയിട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ മാധവട്ടന്റെ ചായപ്പൊടിയാ. എരിക്കുള്ള നാട്ടുകാർക്ക് ആർക്കും മാധവട്ടനെ അറിയാതിരിക്കില്ല. കുറെ കൊല്ലമായിട്ട് എരിക്കുള്ളൊരു ചായപ്പൊടിയാണ് നമ്മളെ മാധവട്ടന്റെ ചായപ്പൊടിയാ. അങ്ങനെ അവിടെ പോയി നല്ല ചൂട് പഴംപൊരി ഉണ്ടായിനെ. ചൂട് പഴംപൊരിയും ചായയും കുടിച്ചിട്ട് പിന്നെ നല്ല വീട്ടിലേക്ക് വിട്ടു. അപ്പൊ വേൾഡ് കപ്പിൽ നിങ്ങൾ ടീം ഏതാണെന്നില്ല ഒന്ന് കമന്റ് ചെയ്യട്ടോ.